നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ തന്നെ അത് ആരായിരിക്കും? BJPയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു C ക്ലാസ് മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ പരമാവധി 10,000 വോട്ടുകൾ മാത്രമേ ഇതുവരെ BJPക്ക് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അതിനപ്പുറം പോകാൻ സാധ്യതയില്ല. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയ തീരുമാനമാണ്, എന്ത് രാഷ്ട്രീയ തന്ത്രമാണ് കൈക്കൊള്ളേണ്ടത്? ഇതിനെക്കുറിച്ചാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള BJP സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. ഏതായാലും BJP ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്: UDFനെ കഴിയുന്നതും നിലമ്പൂരിൽ പരാജയപ്പെടുത്തണം. UDFനെ പരാജയപ്പെടുത്താൻ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ ഷോൺ ജോർജിനെ പോലെ, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ പോലെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ ഇട്ടുകൊടുക്കണം. ഇനി അതല്ല, VS ജോയിയെ പോലെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെയാണ് UDF ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു BJP സ്ഥാനാർത്ഥി വരണം. വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിലെത്തി മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയ പ്രകോപനകരമായ പ്രസംഗത്തിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ അന്തരാർത്ഥം, അന്തർധാര എന്താണെന്ന് ഇപ്പോഴാണ് വ്യക്തമാക്കുന്നത്. VS ജോയി ആണെങ്കിൽ അവിടെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ BJP നിർത്തിയാൽ അത് UDFന് വലിയ തിരിച്ചടിയാകും. ആര്യാടൻ ഷൗക്കത്താണെങ്കിലോ അവിടെ ഷോൺ ജോർജ് നിർത്തിയാൽ വലിയ തോതിൽ 18% ക്രൈസ്തവ വോട്ടുകൾ ഷോൺ ജോർജിന് വലിയ തോതിൽ കിട്ടും. ഇത് രണ്ടായാലും UDFന് തിരിച്ചടിയായിരിക്കും. ഇവിടെയാണ് പിണറായി വിജയൻ സന്തോഷിക്കുന്നത്. നിലമ്പൂരിൽ UDFനെ അങ്ങനെ അങ്ങ് ജയിക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് പിണറായി വിജയൻ. ആ ദൃഢനിശ്ചയത്തിന്റെ അന്തർരഹസ്യം മറ്റൊന്നുമല്ല, BJPയുടെ ഈ ഉരുണ്ടുകളി തന്നെ. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി തോക്കണമെന്ന് തന്നെയാണ് BJPയുടെ ആഗ്രഹമെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെ അവിടെ പ്രയോഗിക്കൂ. കാരണം BJPക്ക് അവിടെ കഷ്ടിച്ച് 10,000 വോട്ടേ ഉള്ളൂ. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കുറഞ്ഞാൽ അതിന്റെ നാണക്കേട് സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരനാണ്. കേന്ദ്ര നേതൃത്വം കെട്ടിയിറങ്ങിയെന്ന് സുരേന്ദ്രനാഥികൾ ആക്ഷേപിക്കുന്ന, കളിയാക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് ആദ്യം തന്നെ ഒരു രാഷ്ട്രീയ തിരിച്ചടി ഏറ്റുവാങ്ങാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥി ആരായാലും, ഇനി BJP സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിലും UDFന്റെ പരാജയം അവിടെ കാണണമെന്നാണ് രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്താനാണ് ഇപ്പോൾ BJP ആലോചിക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും 10,000 വോട്ടിൽ കൂടാനുള്ള സാധ്യത ഇല്ല എന്ന് BJPക്ക് അറിയാം. BJPയുടെ സ്ഥാനാർത്ഥിയായി ഇനി ആരെ നിർത്തണമെന്നുള്ളതിന്റെ ലിസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റിനോട് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഏതായാലും BJPയുടെ തന്ത്രം വ്യക്തമാണ്. അവിടെ UDF സ്ഥാനാർത്ഥിയെ അത്ര പെട്ടെന്ന് വിജയിക്കാൻ അവർ അനുവദിക്കില്ല. ഇത് തന്നെയാണ് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് BJPക്ക് സാധ്യതയില്ലാത്ത, അവർ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത C ക്ലാസ് മണ്ഡലത്തിൽ അവർ ആഗ്രഹിക്കുന്നത് UDFനെ പരാജയപ്പെടുത്താനാണ്. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയമായിരിക്കും BJP നടത്തുന്നത് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു.